സൗമ്യ ഭാഗ്യൻ പിള്ളൈ എന്നുള്ള ആ ഒരു പേരിനേക്കാളും ലില്ലിക്കുട്ടി എന്ന് പറയുമ്പോഴത്തേക്കായിരിക്കും പെട്ടെന്ന് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്നത് അതെ അതെ അല്ലെ? ഇപ്പൊ ലില്ലിക്കുട്ടിയുടെ സെറ്റിൽ നിന്നാണ് വന്ന് നിൽക്കുന്നത്. എന്താണ് ആ ഒരു വിശേഷം തന്നെ പറഞ്ഞ് നമുക്ക് തുടങ്ങാം. ലില്ലിക്കുട്ടിയുടെ വർഷം തുടങ്ങി വിശേഷം തുടങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. ഞാൻ എല്ലാ നമ്മൾ ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുമ്പോൾ പറയും. കാരണം ഞങ്ങളൊക്കെ ഇങ്ങനെ സ്കിറ്റിൽ കൂടെ വന്നവരാണ്. അപ്പം നമുക്കൊന്നും ഇങ്ങനെ സ്കിറ്റ് ചെയ്യുന്നൊരു സൗമ്യ അതെ. അല്ലെങ്കിൽ അങ്ങനെ നമുക്കൊരു ഐഡന്റിറ്റി പേരൊന്നുമില്ല. പക്ഷെ അളിയൻസിൽ വന്നിട്ടാണ് നമുക്ക് ലില്ലി എന്നൊരു പേരായത്. ഇപ്പൊ ഇവിടെ നമ്മുടെ ഇവിടെ ആണെങ്കിലും ഒരു ദിവസം ഒരു 2-3 ഫാമിലി എങ്കിലും നമ്മളെ കാണാൻ വേണ്ടിയിട്ട് വരും. അവരെല്ലാരും വന്നിട്ട് ചോദിക്കുന്നത് സൗമ്യ എന്നൊന്നുമല്ല, ലില്ലിപ്പെണ്ണെ അല്ലെങ്കിൽ ലില്ലിക്കുട്ടി. അവരുടെ എന്താ സ്വന്തം ആളെ പോലെ. അതെ. അപ്പൊ അതൊരു വലിയൊരു സന്തോഷമാണ്. അല്ല, ഒത്തിരി ഒത്തിരി ആർട്ടിസ്റ്റുകൾ അവര് എന്താ പറയാ, കാലങ്ങൾ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവരുടെ ആദ്യത്തെ പേരിൽ തന്നെ അറിയപ്പെടുന്ന ഒത്തിരി ആർട്ടിസ്റ്റുകൾ ഉണ്ട്. നമുക്കിടയിലുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഭാവിയിൽ സൗമ്യയും ലില്ലിയായിട്ട് തന്നെ ആ ആയിരിക്കും അല്ല പേര് ഞാന് മാറ്റാൻ ചാൻസ് ഉണ്ടോ ഇനി? അയ്യോ അങ്ങനെ ഇല്ല. അല്ല ഞാൻ അങ്ങനെ ഒരുപാട് സീരിയലുകളോ മെഗാ സീരിയലോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഡാൻസ് ആയിരുന്നു മെയിൻ. MA ഭരതനാട്യമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കോമഡി സ്കിറ്റുകളാണ് കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയാണ് എന്നെ ഒരു സ്കിറ്റ് കണ്ടിട്ടാണ് എന്നെ ഇവിടേക്ക് രാജ് സാർ എന്നെ സെലക്ട് ചെയ്യുന്നത്. അപ്പൊ എനിക്കങ്ങനെ ഒരുപാട് പേരുകളൊന്നും എന്നെ പറ്റി പറയാനില്ല. ആകെ ഉള്ളത് ലില്ലിക്കുട്ടി ഇല്ല, മാത്രമേ ഞാൻ ഉള്ളൂ. പറഞ്ഞത് ഭാവിയിലാണ് ഇല്ല, നമുക്കിനി. ഭാവിയിൽ പേരൊന്നും മാറ്റൂല. എന്ന് വെച്ചാ സൗമ്യ എന്ന് പറയുന്നതിലും കൂടുതൽ ഭാഗ്യൻ പിള്ള എന്ന് എൻ്റെ അച്ഛൻ്റെ പേരാണ്. അപ്പം സൗമ്യ എന്ന് പറഞ്ഞാലൊന്നും എൻ്റെ നാട്ടിൽ വന്ന് പരിസരത്ത് ഒന്ന് ചോദിച്ചാൽ പോലും അറിയില്ല. ഭാഗ്യൻ പിള്ള എന്ന് പറഞ്ഞാൽ ആർക്കും അറിയാം. സൗമ്യ ഭാഗ്യൻ പിള്ളയല്ലേ എന്ന് പറഞ്ഞാൽ, കാരണം ഞാൻ ചെറുതിലേ തൊട്ടേ ഡാൻസ് മത്സരങ്ങളിൽ പോവായിരുന്നു. അപ്പം അവിടങ്ങളിലെല്ലാം എനിക്കായിരിക്കും ഡാൻസിന് ഫസ്റ്റ്. അപ്പം ഇങ്ങനെ സൗമ്യ ഫസ്റ്റ് പ്രൈസ് സൗമ്യ ഭാഗ്യൻ പിള്ള. പിന്നെ ഞാൻ ചെറുതിലേ തൊട്ടേ ഡാൻസ് പ്രോഗ്രാമിന് പോകുമായിരുന്നു. അപ്പൊ സൗമ്യ ഭാഗ്യൻ പിള്ള ആൻഡ് പാർട്ടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ പേര് പിന്നെ റെയർ അല്ലേ. അതെ അതെ അതെ. അങ്ങനെ നിങ്ങൾ പോലും കേട്ടിട്ടില്ലല്ലോ തീർച്ചയായിട്ടും ഭാഗ്യൻ തീർച്ചയായിട്ടും. പിള്ള എന്ന്. അപ്പൊ അത് കാരണം ആ പേര് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. ഓക്കെ. ഇപ്പൊ എന്തായാലും നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് അലയൻസിന്റെ ഉം. സെറ്റിലാണ്. അപ്പൊ എങ്ങനെയാണ് ഇപ്പം ഒരു 3 വർക്കുകൾ അറ്റ് എ ടൈം ചെയ്യുകയാണ്. ആ അപ്പം ഈ ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലോട്ടുള്ള ഓട്ടം എങ്ങനെയാണത്? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ കൈരളിയിൽ ഒരു പ്രോഗ്രാം കൂടെ ചെയ്യുന്നുണ്ട്, അവിടുത്തെ പോലെ ഇവിടെ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് അളിയൻസിലേക്ക് വന്നത്. ഓക്കെ. അങ്ങനെ ഇപ്പൊ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അമൃതയില് കോമഡി മാസ്റ്റേഴ്സ്, ഈ 3 ചെയ്യുന്നുള്ളൂ. പിന്നെ അത്യാവശ്യം കുറച്ച് സിനിമകൾ, ഒരുപാടൊന്നുമില്ല, സിനിമകൾ ചെയ്യുന്നുണ്ട്. പിന്നെ മെഗാ സീരിയലിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ ഡേറ്റ് അവർക്ക് ക്ലാഷ്. കറക്റ്റ് ചിലപ്പോൾ 1 തൊട്ട് 15 വരെ അങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് കൈരളി വരും. പിന്നെ 15 തൊട്ട് അങ്ങോട്ട് അപ്പുറത്തേക്ക് ചോദിക്കുമ്പോൾ നമ്മുടെ അളിയൻസും വരും. ഓക്കെ. പിന്നെ അത് കാരണം എല്ലാം കൂടി എടുത്തിട്ട് നമ്മൾ വെറുതെ എല്ലാവരെയും ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പൊ ഇത്രേ ഉള്ളൂ. ഓക്കെ. പൊതുവേ ഇപ്പൊ പാപ്പച്ചൻ ഒളിവിലാണ് എന്ന ആ സിനിമയിൽ സൈജു കുറുപ്പിന്റെ സിസ്റ്ററിന്റെ വേഷം ആയിരുന്നു ആയിരുന്നു ആ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഏതാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്? അതായത് ഇപ്പൊ ഇപ്പൊ സിറ്റ്കോം ആണ് ഇപ്പൊ ഇവിടെ അതെ അതെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം പക്ഷെ ഇപ്പോഴത്തെ എനിക്കറിയില്ല, എനിക്ക് പണ്ട് സിനിമയിൽ അഭിനയിച്ചുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സിനിമ, ഇപ്പൊ ഞാൻ പാപ്പച്ചനുള്ളിലാണ് ചെയ്തപ്പോഴും ഇതുപോലെ തന്നെയാണ് ആ അവിടെയും. അങ്ങനെ ഒരുപാട് ഓവറായിട്ടൊന്നും അഭിനയിക്കണ്ട, അങ്ങനെയാണ്. പിന്നെ അയ്യറിന്റെ അറബി അത് ചെയ്തപ്പോഴും ഇവിടുത്തെ പോലെ തന്നെ എനിക്ക് അങ്ങനെ ഒരു വലിയ സ്ട്രെയിൻ ആയിട്ടൊന്നും തോന്നിയില്ല. ഓക്കെ. നേരത്തെ നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജീത്തു ജോസഫിന്റെ ഒരു ആ മൂവിയും കൂടി വരാൻ പോകുന്നു വരാനുണ്ട്, എന്നുള്ളത്. ഏതാണത്? നുണക്കുഴി. ആ അത് വലിയ ക്യാരക്ടറൊന്നും അല്ല. പിന്നെ അതിൽ ഏറ്റവും വലിയൊരു സന്തോഷം, സാറ് ഇങ്ങനെ ഇത് നമ്മുടെ എൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് നമ്മുടെ കൂടെ തന്നെയുള്ളൊരു രശ്മി ആർട്ടിസ്റ്റ് ആണ്, അവളെ കാണിച്ചിട്ട് ഇയാളുടെ നമ്പർ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്നെ വിളിച്ചതാണ്. ഓക്കെ. അപ്പൊ അത് എത്ര ഒരു പാസിംഗ് ആണെങ്കിലും നമുക്ക് പോകണം എന്ന് ആഗ്രഹമുണ്ട്. എത്ര വർക്ക് വേറെ ഏതെങ്കിലും വർക്ക് വന്നാലും സാറിന്റെ ഒരു പടത്തിലൊക്കെ ഒരു ചെറിയൊരു ക്യാരക്ടറിൽ വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമല്ലേ. അവിടെ ചെന്നപ്പോൾ ഭയങ്കര നമുക്ക് ഭയങ്കര സന്തോഷമായി. സാറ് മോളും ഉണ്ടായിരുന്നു. അപ്പോൾ മോള് പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ സ്കിറ്റുകളൊക്കെ അച്ഛൻ ഈ കണ്ടത് തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കും, എന്നിട്ട് നമ്മളെ വിളിക്കും, വീണ്ടും വാ വാ എന്ന് പറഞ്ഞ് വിളിക്കും, അങ്ങനെ കാണും, നിങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സാറ് പറഞ്ഞു ഒറ്റ ഷോട്ടിലൊക്കെ തന്നെ ഓക്കെ ആയപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, സാറേ ശരിയായോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ആ ശരിയായി, അല്ലെങ്കിൽ ഞാൻ വീണ്ടും എടുപ്പിക്കത്തില്ല. പറഞ്ഞു നിങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് സമാധാനമാണ്, ഒട്ടും സ്ട്രെയിൻ ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പം ഭയങ്കര ഒരു സന്തോഷം വന്നു. തീർച്ചയായിട്ടും. ഇപ്പം ഡാൻസ് ആണ് ആണ്. മെയിൻ, ഒരു അല്ലെങ്കിൽ ഡാൻസിലൂടെ ആണ് വന്നതെന്ന് വേണമെങ്കിൽ അതെ പറയാം അതെ അല്ലേ? അതെ അതെ. അപ്പോ ഇപ്പം ഇപ്പോഴത്തെ ഇഷ്യൂ ഒക്കെ അറിയാലോ. ഇപ്പൊ മോഹിനിയാട്ടത്തെ കുറിച്ച് നടന്നുകൊണ്ടെങ്കിലും പൊതുവെ ഇപ്പൊ ഒരു ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നതും കൂടെ ഒരു അല്ല സമയമാണ്. ഞാനൊക്കെ 3 വയസ്സിൽ ഡാൻസ് പഠിച്ചു തുടങ്ങിയതാണ്.
അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു ജീവിത സാഹചര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ 4 പെൺപിള്ളേരാണ്, സാധാരണ ഫാമിലിയാണ്. അപ്പോൾ എന്നൊക്കെ ഞാൻ നന്നായി ഡാൻസ് കളിക്കുന്നതുകൊണ്ടായിരിക്കും ഒരു സാറുമാരും അത്ര വലിയ ഭീകരമായിട്ടുള്ള പൈസയൊന്നും എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ടില്ല. ഇപ്പം എന്നെ 10ാം ക്ലാസ്സിൽ അനിൽ മാഷ് മരിച്ചു പോയി. എന്നെ 10ാം ക്ലാസ്സിൽ ഡാൻസ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന അനിൽ മാഷ് ആർലി സാറായിരുന്നു. രാമകൃഷ്ണൻ മാഷൊക്കെ പഠിച്ചത്. ഞാനും അവിടുന്ന് പഠിച്ചിറങ്ങിയ ആളാണ്. ഞാനും അവിടുന്ന് BA-യും MA-യും കഴിഞ്ഞ ആളാണ്. അപ്പോൾ ഞാൻ നന്നായി ഡാൻസ് കളിക്കുന്നതുകൊണ്ട് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ ജില്ലയിലും ഓരോ കുട്ടികൾ വേണം. അതൊക്കെ ഈ മാഷുമാരുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. അപ്പൊ ഇങ്ങനെ ഞാൻ ദേവിചന്ദനയുടെ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ ഡാൻസിന് ഇഷ്ടപ്പെട്ട് പഠിപ്പിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് അപ്പം എൻ്റെ അമ്മച്ചി പറഞ്ഞു, അയ്യോ അവളെ മത്സരത്തിലൊന്നും ഇറക്കാൻ, അന്ന് ഇതുപോലെ CD അല്ല, നമുക്ക് ഓർക്കസ്ട്രയാണ്, അപ്പൊ അതിനനുസരിച്ചുള്ള പൈസ വേണം. അപ്പൊ നമ്മൾ അയ്യോ അതിനുള്ള പൈസ എന്നില്ല പറഞ്ഞു. എനിക്ക് 10 പൈസ തരണ്ട, അവർക്കുള്ള പൈസ, മേക്കപ്പിനുള്ള ഡ്രസ്സ്, ഇങ്ങനെ പാട്ടുകാർ, അവർക്കുള്ള പൈസ മാത്രം മതി, അങ്ങനെ പറഞ്ഞിട്ട് പഠിപ്പിച്ചുള്ള എനിക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ആണുള്ളത്. ഇതുപോലുള്ള ടീച്ചേഴ്സുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. അല്ല